നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ഓംലെറ്റ് ആണ്. ഏറ്റവും എളുപ്പത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ പേര് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രെഡ് ഓംലെറ്റ്. അപ്പോൾ നമ്മൾ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിൽ ചെറിയൊരു വ്യത്യാസപ്പെടുത്തിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. അപ്പോൾ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 5 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. 5 മുട്ട വെച്ചാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മളെ വെള്ളക്കോഴിയുടെ മുട്ടയാണ്. ഓക്കെ, ഉണ്ടല്ലോ 5 മുട്ട ഉണ്ട്. 5 മുട്ടയെ നമുക്ക് ഈ ബൗളിലോട്ട് ആദ്യം പൊട്ടിച്ചൊഴിക്കും. ഓരോരുത്തരുണ്ടാക്കുന്നതിന് വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ചുകൂടെ വ്യത്യാസപ്പെടുത്തിയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ 5 മുട്ടയും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാവും. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് അല്പം ചിക്കൻ മസാലപ്പൊടി. വാങ്ങിച്ചതിന് ബാക്കിയാണ്, നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കിയാണ്. കുറച്ച് മതി, ഓവറായി ചേർക്കേണ്ട, ഒരു ഫ്ലേവറിന് വേണ്ടി ചിക്കൻ മസാലപ്പൊടി. ഇനി ഇതിനെ നന്നായിട്ട് കലക്കിയെടുക്കാം. ആ ചിക്കൻ മസാലപ്പൊടി കട്ടയായിട്ട് കൊണ്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ അത് കിട്ടും. ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഞാൻ പിന്നെ കാണിക്കാൻ എളുപ്പത്തിന് ഇതിൽ ചെയ്യുന്നേ ഉള്ളൂ. ചെറിയ തരിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. ചെറിയ തരിയുണ്ട്. നമുക്ക് ഇനി ഉണ്ടാക്കാം. ഓക്കെ, സ്റ്റോപ്പ്. നമുക്ക് ആദ്യം തീ കത്തിക്കാം. തീ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് ചൂടായി വരട്ടെ, അപ്പോഴേക്കും ഓംലെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കല്ല് ഏതാണ്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഒഴിക്കാം. ആദ്യം കുറച്ച് നമ്മൾ അടുപ്പ് വെച്ചത് കുറച്ച് ലെവലില്ലാത്ത സ്ഥലത്തിലാണ് അടുപ്പ് വെച്ചേക്കുന്നത്. അതാണ് മറിഞ്ഞു പോയത്. നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് ബ്രെഡ് ഇരിപ്പുണ്ട്. 2 ബ്രെഡ് എടുത്ത് വച്ചേക്കാം. വെന്ത് കഴിയുമ്പോൾ സൈഡിനെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കും. സൈഡ് ഉണ്ടാക്കി ഇങ്ങോട്ടും ഒന്ന് ചുട്ടെടുക്കാം. ഓക്കെ, ഒരുപാട് നേരം ഇട്ടേക്കേണ്ട, ചെറുതായിട്ട് വെച്ചാൽ മതി. ആദ്യം ഈ ബ്രെഡിനെ ഒന്ന് ആദ്യം ചൂടാക്കിയതിന് ശേഷം ഒന്ന് ചുട്ടെടുത്ത് നോക്കട്ടെ. കുറച്ച് ചിലപ്പോൾ ടേസ്റ്റിന് ചിലപ്പോൾ വ്യത്യാസം വന്നാലോ, അതുകൊണ്ട് അങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഇനി നമുക്ക് പഴയതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഓംലെറ്റ് കൂടെ ചുട്ടെടുക്കാം. ഇതിൽ ഈ ചുട്ട് വെച്ചിരുന്ന ബ്രെഡ് ഇട്ട് വെച്ച് കൊടുക്കാം. പഴയതുപോലെ തന്നെയാണ് വയ്ക്കുക. സൈഡിലുള്ളതിന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് മറിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിനൊന്ന് ഇളക്കി അതിൻ്റെ മീതൊക്കെ. ഓക്കെ, അങ്ങോട്ടും കൊണ്ട് മറിച്ചിട്ട് നന്നായിട്ട് ചുട്ടെടുക്കുക. മറ്റേ പാനാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചുടാൻ പറ്റും. ഞാൻ പിന്നെ ഇതെടുത്തന്നേ ഉള്ളൂ. അല്ല, ഇത് അതിൽ ചുട്ടാലും കുഴപ്പമില്ല, അടുപ്പിൽ വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. തീ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ 2 എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഒരെണ്ണത്തിനുള്ളത് കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം.
നിൽക്കുന്നത് കേട്ടാ വലിയ ഓംലെറ്റ്. അപ്പോൾ ചുട്ട് വെന്ത് സാധനം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുപ്പിന് അണയ്ക്കാം. അപ്പോൾ സാധനം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതായിരിക്കണുണ്ടോ ഉണ്ടോ? അപ്പോൾ ഇതിൽ ഒരെണ്ണം നമ്മൾ ഉള്ളു വേവിക്കാതെ, അതായത് ബ്രെഡ് വറുക്കാതെ എടുത്തതാണ്. ഒരെണ്ണം നോർമലായിട്ട് ചുട്ടെടുത്തതാണ്. എന്തായാലും ആദ്യം ബ്രെഡ് ചുട്ടെടുത്തതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ബ്രെഡ് വെന്തതായിട്ടൊന്നും അധികമായിട്ട് തോന്നുന്നില്ല. ഓവറായിട്ട് ഞാൻ വെച്ചിരുന്നെങ്കിൽ കരിഞ്ഞു പോകുമായിരുന്നു. അതെന്തായാലും വേവിക്കാത്ത ബ്രെഡ് അങ്ങ് ചൂടാക്കാതെ ഒന്ന് കഴിച്ചു പോട്ട്. വേവിച്ച് കഴിക്കാത്തതിന് നല്ല വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടെ മറ്റേ നമ്മൾ റസ്ക് കഴിക്കൂലേ, അതുപോലെ ഒരു ചെറിയൊരു കട്ടി വന്നിട്ടുണ്ട് ഈ ഇതിന്. അതായത് ബ്രെഡിനെ ചുട്ടിട്ട് എടുത്തതിന്. മറ്റേത് അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോൾ വീട്ടിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ഇവിടെ ഭയങ്കര കൊച്ചീച്ചല്ല ശല്യം, അതാണ് ഞാൻ കൈയിട്ടാക്കുന്നത്. എന്ത് കണ്ടാലും ഉടനെ ഈച്ചകൾ വന്നോളൂ. കൊച്ചീച്ച, ചെറിയ ഈച്ച. ഓക്കെ, അപ്പോൾ വീട്ടിലെല്ലാം എല്ലാം ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ വരും. ഞാൻ നിജു. ഗുഡ് ബൈ.